നമസ്കാരം. അപ്പോൾ എഴുത്തോല എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഉപ്പുമുളയിലെ നായിക സാരംഗിയെ നേരിട്ട് കണ്ടായിരുന്നു. ആ സാരംഗിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുന്ന രംഗമാണ് കണ്ടത്. തീർച്ചയായിട്ടും എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതൊന്ന് കാണണേ. നല്ല മൂവിയാണ്, കാണാം എല്ലാവരും. പ്രേക്ഷകർക്ക് ഇതിനകത്ത് സ്നേഹം, മനുഷ്യ സ്നേഹം. ശരിക്കും ആ ഒരു രംഗം കണ്ടപ്പോൾ വളരെ ഹേർട്ട് ടച്ച് ചെയ്തു. കാരണം ഒരു ചിത്രത്തിൽ അഭിനയിച്ച് ആ ചിത്രം കണ്ടിറങ്ങിയതിനു ശേഷം കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുന്നത് കാണാൻ നമുക്ക് ഒട്ടും തന്നെ സഹിച്ചത്. ഒന്നുമില്ല, എല്ലാരും മൂവി കണ്ട് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഈ ഒരു സിനിമ കണ്ട് എല്ലാ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ഭയം, അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു കരച്ചിൽ മാറ്റുന്നതിന് വേണ്ടി നമ്മള് ഉപ്പുമുളകും സീരിയൽ കാണുമ്പോൾ ചിരിക്കുന്നതല്ലേ, തീർച്ചയായിട്ടും ആ ഒരു കരച്ചിൽ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി തന്നെ ഉപ്പുമുളക് എന്ന സീരിയലിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഉപ്പുമുളക് ഇപ്പൊ തേർഡ് തുടങ്ങി, ഫസ്റ്റിന്റെ ആ ഒരു എനർജി തേർഡിനുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് വീണ്ടും വലിയൊരു സന്തോഷമാണ്. 9 വർഷമായി ഉപ്പുമുളക് തുടങ്ങി. തീർച്ചയായിട്ടും ആ ഒരു സീരിയലിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയപ്പോൾ എന്താണ് ഉണ്ടായത്? സന്തോഷമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു സീരിയൽ വീണ്ടും പേഴ്സണലായിട്ട് എന്താണ് പറയാനുള്ളത്? സന്തോഷമാണോ അല്ലെങ്കിൽ അതിന് മേലെയാണ്. കാരണം 9 വർഷമായിട്ട് ഒരു പടം അല്ല, ഒരു സീരിയലില് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് അഭിനയിക്കാനും പറ്റാന്നുള്ള വലിയ ഭാഗ്യമാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം നൽകിയത് 9 വർഷത്തോളമായി അഭിനയിക്കുന്ന ഈ ഒരു സീരിയൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതിന് വലിയൊരു ഭാഗ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വന്തം കുടുംബം പോലെ തന്നെ മൂവി തരുന്ന സീരിയലാണ്. ആ സീരിയൽ വീണ്ടും സ്വന്തം കുടുംബം പോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോയിരുന്ന സീരിയലാണ്. ആ സീരിയലിനെ കുറിച്ച് വീണ്ടും എന്താണ് പറയാനുള്ളത്? വീണ്ടും എല്ലാവരും കാണണം. ഇനി എത്ര വർഷം അഭിനയിക്കുന്നു അത്രയും വർഷം ഉപ്പുമുളക് ഉണ്ടാവട്ടെ എന്നും എല്ലാവരും കാണണം. എഴുത്തോല എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണുവെങ്കിലും അവസാനം ഉപ്പുമുളക് എന്ന് പറയുന്ന ആ ഒരു സീരിയലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ടാണ് മീഡിയക്ക് മുന്നിൽ നിന്ന് പോയത്.